നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാ. അപ്പോൾ കിടപ്പ് വാങ്ങിച്ചത് നമുക്കിടയിൽ പരിമിതികളുള്ള എല്ലാവരുടെയും അല്ലെങ്കിൽ തങ്ങളുടെ പരിമിതികളെല്ലാം തങ്ങളുടെ നേട്ടങ്ങളാക്കി മാറ്റുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിൽ ഒരാളാണ് നമ്മുടെ കൂടെ നിന്നുള്ള മുഹമ്മദ് അൽത്താഫ്. അൽത്താഫ് നമസ്കാരം. അപ്പോൾ ഈ തുടക്കം തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുമല്ലോ, അൽത്താഫ് മുഹമ്മദ് ഒരു നല്ലൊരു ആം റെസ്ലർ ചാമ്പ്യനാണ് അല്ലേ? മുഹമ്മദ് എന്ന് പറഞ്ഞു മുഹമ്മദ് ഏതൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് സ്പെഷ്യൽ ആകുന്നു ഈ ഒരു ഫീൽഡിൽ? കാരണം ഹാൻഡിക്യാപ്പിൽ ഇതുവരെ അങ്ങനെ ഇതായിട്ടില്ല, ഫേമസ് ആയിട്ടില്ല. ഉണ്ട്, പക്ഷെ ഒന്നുകൂടി എൻ്റെ ഇതിൽ എൻ്റെ കോളേജിൽ ഇതിലൊക്കെ ഫസ്റ്റ് സ്പോർട്സ് ഹാൻഡിക്യാപ്പിൽ മാത്രം കോളേജിലെ ഫസ്റ്റ് അല്ലേ? ഹാൻഡിക്യാപ്പോട് ഇതിൽ ശരിക്കും എന്താണ് മുഹമ്മദ് ഡിസബിലിറ്റീസ്? കാരണം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴും ലോക്കോമോട്ടറി ഡിസോർഡർ അങ്ങനെ പറഞ്ഞൊരു ഇതാണ്. നമ്മളിപ്പോ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴും അല്ലെങ്കിൽ പഞ്ച് പിടിച്ചുകൊണ്ടും തന്നെ ആരോഗ്യത്തിന്റെ കാര്യം മനസ്സിലായതുകൊണ്ടും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ ഈ ഒരു കായിക രംഗത്തേക്ക് വരുന്നത് കുറവാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ഒളിമ്പിക്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ മുഹമ്മദ് എങ്ങനെയാണ് ഈ ഒരു കായിക ഇനത്തിലേക്ക് വരുന്നത്? കായിക ഇനത്തിൽ വരുന്ന പറഞ്ഞാൽ ചെറുപ്പത്തിലത് ചെയ്യും, പക്ഷെ കോമ്പറ്റീഷൻ അങ്ങനെ പോകാറില്ല. സ്കൂളിലെ കാലഘട്ടത്തിലായാലും അങ്ങനെ പിള്ളേരായിട്ട് പഠിക്കും. അപ്പം പിള്ളേരായിട്ട് പഠിക്കുമ്പോൾ ഞാൻ തന്നെ ജയിക്കാറ്. പിന്നെ എല്ലാവരും പറഞ്ഞു നിനക്ക് ഞാൻ കോമ്പറ്റീഷനിൽ പോയിക്കൂടെ. അപ്പം അങ്ങനെ കുറേ അന്വേഷണം നടന്നു. അവസാനം ഒരു ജിമ്മിൽ ചേർന്നു, യാമസ്ലിംഗൊക്കെ പഠിപ്പിക്കുന്നത് പെരുമ്പാവൂർ. അവിടെ ചേർന്ന് പരിശീലനം എടുത്തു. അങ്ങനെ ഇതായത്. അങ്ങനെയാണ് ഈ യാമസ്ലിംഗിലേക്ക് തുടങ്ങുന്നത്. ഇതിലേക്ക് ശരിക്കുള്ള ആദ്യത്തെ ഗുരു വരെയാണ്. ഗുരു എന്ന് പറയാൻ പെരുമ്പാവൂരില്ല ബിജു സാറ്, പിന്നെ വേൾഡ് ആം റെസ്ലർ ദിൽഷാദ്, അങ്ങനെ വലിയ വലിയ ആൾക്കാർ അവരടുത്തു നിന്നൊക്കെ പിടിച്ചിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ. ഈ ആം റെസ്ലേഴ്സിനെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അതായത് അവർക്ക് വലിയ ബോഡി ഒന്നും വേണ്ട, സാറ്റിസ്ഫാക്ഷൻ മാത്രം മതി, കൃത്യമായി കൈകൾക്ക് മാത്രമാണ് കൃത്യമായ എക്സസൈസ്, ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് എക്സസൈസ് മതി അല്ലേ? അപ്പൊ മുഹമ്മദിന്റെ ഒരു എക്സസൈസിങ് റൊട്ടീൻ എങ്ങനെയാണ്? റൊട്ടീൻ എന്ന് പറയുമ്പം ടോപ്പ് റോളില് പല ഇതിൽ രണ്ട് വിധത്തിലുള്ള ഇതുണ്ട്. എന്താ പറയാ, ഒന്ന് ടോപ്പ് റോള് വിട്ട് അപ്പൊ അതിനുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യാം. അങ്ങനെ ഡംബിലെടുത്തിട്ടും കുറെ എക്യുപ്മെന്റ്സ് എടുത്തിട്ട് എത്ര കിലോളം പൊക്കും ഡംബിളൊക്കെ ആണെങ്കിൽ എത്ര 30-35 ഏകദേശം എത്ര കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കൗണ്ട് മസിൽസ് തളരുന്ന വരെ ചെയ്യും. ഇത്ര കൗണ്ട് ഒന്നുമില്ല. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് കണക്ക് ട്രെയിനിങ് ആരാണ് ട്രെയിൻ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ തന്നെ സ്വന്തം സെൽഫ് ട്രെയിനിങ് ആണ്. ഇപ്പൊ ഇവിടെ ചില സമയത്ത് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികൾക്ക് മുഹമ്മദ് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ സമയം കിട്ടുമ്പോ മുഹമ്മദ് ഇപ്പം മലപ്പുറത്ത് നിന്ന് എങ്ങനെയാ ഇവിടെ എത്തിയത്? മലപ്പുറത്ത് സ്പോർട്സിന്റെ വെച്ചിട്ടുണ്ട്. കാരണം സ്പോർട്സിന് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു നാടാണല്ലോ മലപ്പുറം. അവിടെ നിന്ന് എങ്ങനെ ഇവിടെ എത്തി? കുറച്ചും കൂടി നമുക്ക് ദൂരത്ത് പോയി പഠിക്കാനൊരു ആഗ്രഹമുണ്ട്. മലപ്പുറം വിട്ടിട്ട് എറണാകുളം അവിടെ ഇവിടെയൊക്കെ പോയിട്ട്. അപ്പൊ അങ്ങനെ ഇവിടെ ഇപ്പൊ ഏതായാലും സ്പോർട്സിന്റെ കോളേജാണല്ലോ, അപ്പൊ ഇവിടെ വന്നിട്ട് ചേർന്നു. കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയാണ് മുഹമ്മദ്. കോളേജിലെ വിദ്യാർത്ഥികൾക്കായാലും അധ്യാപകർക്കായാലും ഒരുപാട് സ്നേഹമുള്ള അല്ലെങ്കിൽ വളരെ പ്രചോദനമാകുന്ന നല്ലൊരു കൂട്ടുകാരനാണ് മുഹമ്മദ്. ക്യാമ്പസിൽ എല്ലാവർക്കും തന്നെ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു വിദ്യാർത്ഥിയാണ് അൽത്താഫ്. അൽത്താഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ക്യാമ്പസിലെ എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് അൽത്താഫ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം തൻ്റെ ആഗ്രഹങ്ങൾക്കും അഭിരുചിക്കും അനുസരിച്ച് അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. ഞങ്ങളുടെ ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിമാനമായിട്ടുള്ള ഒരാളാണ് അൽത്താഫ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കീഴടക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും ദൂരത്ത് ഇപ്പോൾ ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നു. ഇത്രയും ഡിസബിലിറ്റീസ് ആയിട്ട് ഇങ്ങനെ സ്പോർട്സിന് വേണ്ടി തന്നെ ഇത്രയും ദൂരത്ത് വന്ന് പഠിക്കുമ്പോൾ ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. അവര് കാരണമാണല്ലോ ഞാൻ ഇങ്ങനെ എത്തിയത്. അവരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ എത്തിയതല്ലോ. ചെറുപ്പം തൊട്ടേ അവര് സ്പോർട്സിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചെറുപ്പം മുതൽ പറഞ്ഞാല് എനിക്ക് ഇത്ര വൈകല്യമില്ലായിരുന്നു. പിന്നെ ഈ വലിപ്പം കൂടുന്തോറും ഇങ്ങനെ ആയി വരും. അപ്പം ചെറുപ്പം മുതൽ ഞാൻ മറ്റേ ഓട്ട മത്സരത്തിന് പോകാറുണ്ട്, പിന്നെ പല സ്പോർട്സിനും പോകാറുണ്ട്. പിന്നെ ഇങ്ങനെ നിർത്തി വെച്ചു. അപ്പൊ വീട്ടുകാർ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ വേണ്ട സ്പോർട്സ് നോക്കണ്ട അങ്ങനെ എന്തെങ്കിലും? അത് വെച്ചാൽ എനിക്ക് കുറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ.
കാരണം എനിക്ക് നട്ടലിന് കുഴപ്പമുണ്ട്, പിന്നെ കാലിന് വളവുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ അത് പറഞ്ഞത് ചെയ്യണ്ട, നിന്റെ ശരീരം നോക്കിയിട്ട് മതി നിന്റെ വേറെ എല്ലാം. പക്ഷേ ഈ സ്പോർട്സിനോടുള്ള ഒരു ഇത് കാരണം എന്നാന്ന് തോന്നുന്നു. പ്രത്യേക ഒരു ഭ്രമമല്ലേ? ഇതൊരു ഹരാണ്. ആരാണ് ഇതില് ഈ ഇതില് സ്റ്റഡീസ് എങ്ങനെയാണ് ഇത് പോകുന്നത്? കാരണം സ്പോർട്സിലാണെങ്കിലും ഏതാണ്ട് ശരിക്കും പഠിക്കുന്നത് ഇപ്പൊ സോളജി തേർഡ് ഇയർ സോളജി പഠിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ സുവോളജി? ഇപ്പൊ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ട്രെയിനിങ് ഇതിലേക്കൊക്കെ പോകണ്ടേ, അപ്പൊ സുവോളജി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? സുവോളജിയിലേക്ക് എങ്ങനെ എത്തി? സോളജി എനിക്ക് ആദ്യം താല്പര്യമില്ല. ഞാൻ സയൻസാണ് +1 +2 ഒക്കെ പഠിച്ചത്. അപ്പൊ അതില് നല്ല മാർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സോളജി എടുത്തു. ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചിട്ട് അതെ ഏതെങ്കിലും ഡിഗ്രി എടുക്കാൻ ഒരൊറ്റ ഉദ്ദേശം, പക്ഷെ അതിനുശേഷം സ്പോർട്സിലേക്ക് തന്നെ വീണ്ടും തിരിച്ചറിയല്ലേ? ഇപ്പോ ആം റെസ്ലിംഗ് കാരണം അത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുന്നത് പറയും, നമ്മളധികം കേൾക്കാത്ത ഇനങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ നമ്മളധികം എന്താണ് പറയാ, ഇപ്പോൾ അധികം മെഡലുകൾ സ്വന്തമാക്കിയിട്ടില്ല എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളധികം ഫേമസ് ആവപ്പെടാത്ത ഐറ്റംസ് എന്നാണ് ആംസ് റെസ്ലിംഗ്. ഇതിലേക്ക് എങ്ങനെയാണ് ഇത്രയും ഇത് വന്നത്? കാരണം ആദ്യമായിട്ട് എപ്പോഴാണ് ആംസ് റെസ്ലിംഗ് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കണം എന്ന് തോന്നി? 2022 എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലാണ് മെയിനായിട്ട് കോമ്പറ്റീഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ബിജൂസ് ഗോൾഡൻ ജിമ്മിലായിരുന്നു ഞാൻ പരീക്ഷ ഞാൻ എടുക്കുക. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് പിന്നീടാണ്. പിന്നെ അതിന് വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. നാഷണലിൽ ഗോൾഡ് കിട്ടി. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഗോൾഡ് പ്രതീക്ഷിച്ച് പോകാറ്, പക്ഷെ ഒന്നും കിട്ടാറില്ല. ഗോൾഡ് കിട്ടി നാഷണലല്ലേ? അതെ സ്കൂളിന് കോളേജിന് വേണ്ടി നാഷണൽ ചാമ്പ്യൻ ആയിരിക്കുന്നല്ലേ? എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തം നാടിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കോളേജിൽ നാഷണൽ ലെവലിലേക്ക് എത്തി ചാമ്പ്യൻഷിപ്പ് ആയാലും സ്വർണ്ണ മെഡൽ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇനി എന്താണ് മുഹമ്മദിന്റെ അടുത്ത ലക്ഷ്യം? കാരണം ഓൾറെഡി നാഷണൽ ലെവൽ ചാമ്പ്യൻ ആയി കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത ലക്ഷ്യം? ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു വേൾഡ് കപ്പ് പോകണം. അത് ഇക്കൊല്ലം സാധിച്ചു. ഇപ്പം സാധിച്ചു. വേൾഡിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ചെയ്യണം. ഓഗസ്റ്റ് 17-നാണ് മത്സരം തുടങ്ങുന്നത്. യൂറോപ്പ് മോൾഡോവയിൽ വെച്ച്. വലിയൊരു ഡ്രീമിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണല്ലേ? അതിന്റെ പ്രിപ്പറേഷൻസ് എവിടെ വരെ എത്തി പോകുന്നത്? പ്രിപ്പറേഷൻ നല്ലതായി നടക്കുന്നുണ്ട്. എന്നും പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഫുഡ് അതൊക്കെ നല്ലോണം, പ്രോട്ടീൻ അതൊക്കെ നല്ലോണം കഴിക്കും. അതൊക്കെ ചെയ്യട്ടെ. ഇപ്പൊ വേൾഡ് ടൂറിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴും സെൽഫ് ട്രെയിനിങ് തന്നെയാണ് മുഹമ്മദ് ചെയ്യുന്നത്. വേൾഡ് ടൂറിന് അതെന്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് ട്രെയിനിങ് എടുക്കാൻ കാരണം? കുറച്ചുകൂടി പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ട് കുറച്ചും കൂടി ടെക്നിക്കലി നോളജ് ഉള്ള ഒരാളുടെ സപ്പോർട്ട് കിട്ടുന്നത് നല്ലതല്ലേ ഒരു ട്രെയിനറായിട്ട്? ഇവിടെ ഈ കോളാമ്പി ഏരിയ അങ്ങനെ ആൾക്കാരില്ല. ഇല്ല. എനിക്കും അത്യാവശ്യം അറിയും. എന്നാലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ തന്നെ ഇത്രയും മോട്ടിവേറ്റ് വേണം. കാരണം വളരെ മോട്ടിവേറ്റഡ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വന്തമായി തന്നെ ട്രെയിൻ ചെയ്ത് വേൾഡ് ടൂർ വരെ എത്തി നിൽക്കുന്നു അല്ലേ? ഞാൻ അങ്ങനെ ജിമ്മിലൊന്നും പോകാറില്ല. എന്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാല് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കരിങ്കല്ല് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് വർക്കൗട്ട്. ഓ, നമ്മള് പണ്ട് വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ടുള്ളവരല്ലേ വർക്കൗട്ട്? ഇഷ്ടിക എല്ലാം കെട്ടി വെച്ചിട്ട് രണ്ട് കമ്പിന്റെ മുമ്പിൽ അല്ലേ? നമ്മൾ പണ്ട് സ്കൂൾ അല്ലെങ്കിൽ നമ്മൾ അവധിക്കാലത്തൊക്കെ ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വെരി ഇൻസ്പയറിംഗ് ആണ്. ഇപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കണം. അതായത് ഇപ്പോൾ തന്നെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ ഇതായിട്ട് വിഷമിക്കാനോ ചോദിക്കുന്നില്ല. ഈ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ എപ്പോഴും മുൻപന്തിയിലേക്ക് വരുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ വരാൻ പറ്റാറുണ്ടോ? കാരണം സമയത്ത് കോൺഫിഡൻസ് കുറവുണ്ടാവും. ഈ ആൾക്കാരെന്ത് വിചാരിക്കും, അവർ ജയിച്ചാല് തോറ്റാൽ എന്ത് വിചാരിക്കും, ആ ഒരു കോൺഫിഡൻസ് കുറവ് ഉള്ളതുകൊണ്ട് ഇപ്പൊ പിന്നെ നമുക്കൊരു ഇതുണ്ടായാൽ മതി, ആത്മവിശ്വാസം. ശരിക്കും മുഹമ്മദിനോട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഇതുപോലെ ഒരുപാട് പേര് മുമ്പിൽ വന്ന് നിൽക്കുവാണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് പറയുമെന്ന് പറഞ്ഞു മുഹമ്മദ് എന്തെങ്കിലും പറയാൻ? കാരണം ഇപ്പൊ മുഹമ്മദ് പറഞ്ഞ പോലെ തന്നെ പലരും ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് പലരും മുൻപോട്ട് വരാതെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മുഹമ്മദ് എന്ത് പറയും? പറയുന്ന വെച്ചാൽ നമുക്ക് എന്തോ വന്നോട്ടെ നമുക്ക് തളർന്നു പിടിച്ചു നിൽക്കണം. കാരണം നമുക്ക് നമ്മളെ ഉള്ളൂ, ആരും ഉണ്ടാവില്ല. കാരണം സെൽഫ് മോട്ടിവേറ്റർ ആണ്. സ്വയം ആര് പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിചാരമാണ്, എനിക്ക് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. ഒറ്റ വിചാരത്തിലൂടെ മുന്നോട്ട് പോയാൽ എല്ലാം നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു വിചാരം അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തൊന്നും സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് മുഹമ്മദ്. അതാണ് ഇപ്പൊ മുഹമ്മദ് അടുത്ത യൂറോപ്പ് ട്രിപ്പിനായി കാത്തിരിക്കുന്ന, സ്വന്തം സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക്, ഡിസബിലിറ്റീസ് എന്ന് മാത്രമല്ല സ്വന്തം സ്വപ്നം മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് മുഹമ്മദ് വലിയൊരു ഇൻസ്പിറേഷൻ ആകട്ടെ.
നമുക്ക് ഇതുള്ള ഒരുപാട് ഇൻസ്പിറേഷൻ സ്റ്റോറീസ് ഇനിയും ഉണ്ടാകാം. ഇനിയും ഒരുപാട് പേരിലേക്ക് നമുക്ക് ഇൻസ്പിറേഷൻസ് എത്തിക്കാം. അപ്പോൾ മുഹമ്മദ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു.